ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ്, ടി ജി മോഹൻദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷെ എന്റെ സംശയം ഇതാണ്, നോർത്ത് ഇന്ത്യയിലെ പോലെ വർഗീയത പറയുന്നതും വിദ്വേഷം പ്രചരിപ്പിക്കുന്നതും കേരളത്തിലും നോർമലൈസ് ആയോ? കാരണം ടി ജി മോഹൻദാസിനെ എന്തുകൊണ്ട് ഇത്രയും ദിവസമായി അറസ്റ്റ് ചെയ്തില്ല എന്ന് നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനോട് ചോദിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള മറുപടി ദാറ്റ് ഈസ് അമേസിംഗ്. നമുക്ക് ആ വീഡിയോ കാണാം. അതിനു മുൻപായി ഇന്നലത്തെ ഒരു ന്യൂസ് ക്ലിപ്പിംഗ് കേട്ടിട്ട് വരാം. BJP സമരത്തിനെതിരായ വിവാദ പ്രസ്താവനയുടെ പേരില് കേസെടുത്ത് 10 ദിവസമായിട്ടും RSS ആശയ പ്രചാരകൻ ടി ജി മോഹൻദാസിനെതിരെ നടപടിയെടുക്കാതെ പോലീസ് വളരെ അതായത് ഒരു തരത്തിലും സമരം ചെയ്യാനോ അങ്ങനത്തെ അല്ല. ഇപ്പൊ CJPയുടെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരൊരു അനീതിക്കെതിരെ സമരം ചെയ്യാനാണ് പറഞ്ഞത്. ഇത് അങ്ങേയറ്റം അന്യായമായ, അങ്ങേയറ്റം വർഗീയ വിദ്വേഷം ജ്വലിപ്പിക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടു. അതിൽ ഇതുവരെ നടപടി ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ എന്ത് പറയാനാണ്? എന്തായാലും അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, പോലീസ് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. ഡൽഹിയിൽ സമരം ചെയ്ത യുവാക്കൾക്ക് നേരെ വെടിവെക്കണം, മരിച്ചു വീഴുന്നവരുടെ ശരീരം വാരിക്കൂട്ടണം. രാജ്യം ശ്രദ്ധിച്ച സമരത്തെ ടി ജി മോഹൻദാസ് അധിക്ഷേപിച്ചത് ഇങ്ങനെയായിരുന്നു. ചില സ്ത്രീകൾക്ക് ബലാത്സംഗം ഇഷ്ടമാണെന്ന് പറഞ്ഞ് തന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോയിലൂടെ സ്ത്രീകളെയും അധിക്ഷേപിച്ചു. കേരളത്തിൽ പ്രതിഷേധം അലയടിച്ചു. ഒടുവിൽ 29-ാം തീയതി പോലീസ് കേസെടുത്തു. കലാപശ്രമവും സ്ത്രീകളെ അധിക്ഷേപിക്കലും പോലുള്ള കുറ്റങ്ങൾ ചുമത്തി. പക്ഷേ ഇന്ന് 11ാം ദിവസമാണ്. കേസിൽ ഒന്നും സംഭവിച്ചില്ല. കേട്ടില്ലേ? കലാപാഹ്വാനത്തിന് പോലും കേസെടുത്തു. എന്നിട്ടും 10-11 ദിവസമായിട്ടും അയാളെ അറസ്റ്റ് ചെയ്തില്ല. അയാൾ ഒളിവിലായിരുന്നു? ഒരിക്കലുമല്ല. ഇതിനുശേഷവും അയാൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തേ? പോട്ടെ, അറസ്റ്റ് അവിടെ ഇരിക്കട്ടെ. ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. പോട്ടെ, ചോദ്യം ചെയ്യുന്നതിന് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നോ? അതുപോലും ചെയ്തിട്ടില്ല. ഈ 10-11 ദിവസം പോലീസ് അവരുടെ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ ചോദിക്കേണ്ടത് ആരോടാണ്? ആഭ്യന്തരമന്ത്രിയോടല്ലേ? ചോദിച്ചു. കേട്ടോ മറുപടി. മോഹൻദാസിന്റെ പേരിൽ ഞങ്ങൾ കേസെടുത്തല്ലോ. ഒരാളിനെ അറസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഞാനാണല്ലോ തീരുമാനിക്കുന്നത്. അത് പോലീസല്ലേ തീരുമാനിക്കണ്ടേ? ആഭ്യന്തരമന്ത്രി, ഒരു മിനിറ്റ്, ആഭ്യന്തരമന്ത്രി അല്ല തീരുമാനിക്കേണ്ടത്. അത് കേസിന്റെ സ്വഭാവം വെച്ചിട്ട് അവർ പരിഗണിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് പറയാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പൊ അത് നിയമപരമായ കേസിന്റെ സ്വഭാവം വെച്ച് അവർ തീരുമാനിക്കും. അദ്ദേഹത്തിന്റെ പേര് FIR ഇട്ടിട്ടുണ്ട്. നടപടികൾ മുന്നോട്ട് പോകുന്നു, ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് പറയാൻ പറ്റുമോ? 100% പറഞ്ഞത് ശരിയാണ്. ആഭ്യന്തരമന്ത്രിയല്ല കേസെടുക്കേണ്ടതും അറസ്റ്റ് ചെയ്യേണ്ടതും. പക്ഷേ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് അവരുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്തില്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം, അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത് താങ്കൾക്കാണ്. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് തന്നെയാണ്. കാരണം നിങ്ങളുടെ പാർട്ടി തന്നെയാണ് ഡൽഹിയിൽ CJP പ്രൊട്ടസ്റ്റിലെ സ്റ്റുഡൻസിനെ ഡൽഹി പോലീസ് ക്രൂരമായി മർദ്ദിച്ചപ്പോൾ അവിടെ അതിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, അമിത്ഷായാണ് എടുക്കേണ്ടത്. അതായത് അമിത്ഷായാണ് ഹോം മിനിസ്റ്റർ, അതുകൊണ്ട് അവരെടുക്കണം എന്ന് പറഞ്ഞ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഹോം മിനിസ്റ്റർ തന്നെയാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. അതായത് 10-11 ദിവസമായിട്ടും അറസ്റ്റ് ചെയ്തില്ല. എന്തുകൊണ്ട്? തെളിവുകൾ ഇല്ലായിട്ടാണോ? സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ആ കണ്ടന്റ് അവർ തന്നെ നിൽക്കുന്നുണ്ട്, പലരുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടന്റ് ഇല്ല അല്ലെങ്കിൽ തെളിവില്ലായിട്ടല്ല. പിന്നെ എന്താണ് ഈ 10-11 ദിവസം നീണ്ടു നിന്നത്? 24 മണിക്കൂറും ക്യാമറയുടെ മുന്നിൽ വന്ന് പച്ച വർഗീയത പറയുന്ന മനുഷ്യനാണിത്. ഇയാൾ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് കുറെ ദിവസമായി, കേസെടുത്തിട്ട് തന്നെ 10-11 ദിവസമായി. ഇത്രയും ദിവസം പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു? ഇപ്പോൾ ഹോം മിനിസ്റ്ററിനോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണോ പോലീസിന് ഇതിൽ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത്? ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു, സന്തോഷം. തക്കതായിട്ടുള്ള ശിക്ഷ ഇയാൾക്ക് ലഭിക്കണം. റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് 11ാം ദിവസത്തിന് ശേഷമാണ് ഇയാൾ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. രാത്രി തിരുവനന്തപുരത്ത് എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാളെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അതായത് നാളെ ഇയാളെ കോടതിയിൽ എത്തിക്കും. ഇനി ബാക്കി കോടതി തീരുമാനിക്കും. അതായത് ഇവരെങ്ങനെയാണോ പോലീസ് കേസും അതുപോലെ FIR ഒക്കെ ചെയ്തിട്ടുള്ളത് അതിന്റെ പോലെ ഇരിക്കും അയാൾക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം കലാപ ആഹ്വാനവും അതുപോലെ സ്ത്രീകൾക്കെതിരെയുള്ള വിമർശനങ്ങളും കാര്യങ്ങളൊക്കെയാണ്, പരാമർശവും കാര്യങ്ങളൊക്കെയാണ് ഇയാളുടെ പേരിലുള്ള കേസ് എന്ന് പറയുന്നത്. അപ്പോൾ നാളെ കോടതി തീരുമാനിക്കും ഇനി ഇയാളെ എന്ത് ചെയ്യണമെന്ന്. ലൂപ്പ് ഹോളൊന്നും ഇല്ലാതെ കൃത്യമായ രീതിയിലാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്, FIR പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെങ്കിൽ അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കും. അത് മാത്രമല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 10-11 ദിവസമായി. ഈ 10-11 ദിവസം മതി ഇയാൾക്ക് എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് കാണാൻ വേണ്ടിയിട്ട്. കാരണം ഇതുപോലുള്ള കേസസിൽ സാധാരണ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അറസ്റ്റ് ചെയ്ത് അയാൾക്ക് ഭ്രാന്തായിരിക്കും, വട്ടായിരിക്കും. അപ്പോൾ ഈ 10-11 ദിവസം മതി അയാൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ
ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്ന് അയാൾക്ക് നാളെ ഇനി ഭ്രാന്താണെന്ന് പറയുമോ എന്ന് നാളെ കോടതിയിൽ നിന്ന് കണ്ടറിയേണ്ടി വരും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.